നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം നേരിടുന്ന പായ്പ്ര പഞ്ചായത്ത് അംഗം MC വിനയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഭവന പദ്ധതിയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വീട് നിർമ്മിച്ചുവെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന പായ്പ്ര പഞ്ചായത്ത് അംഗം MC വിനയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പായ്പ്ര വെസ്റ്റ്, ഈസ്റ്റ്, മുളവൂർ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. പായ്പ്ര കവലിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമരം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു. 450 അല്ലെങ്കിൽ 600 സ്ക്വയർ ഫീറ്റ് വീട് പണിയുന്ന സ്ഥാനത്ത് 1500 സ്ക്വയർ ഫീറ്റ് വീട് കെട്ടുന്നു. ഇവിടെ നിന്നുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ആ വീട്ടിലേക്ക് വേണ്ടി താമസിക്കുന്നതിന് വേണ്ടി അതിന്റെ വിലകയറിക്കൂടലിനായിട്ട് പോകുന്നു. ആഘോഷങ്ങൾ നടക്കുന്നു, നടത്തിക്കോട്ടെ. കഴിഞ്ഞ ദിവസം വിജിലൻസ് അന്വേഷണം വന്നല്ലോ. ഇവിടെ ഒരുത്തന് ഇരിപ്പുണ്ട്, ഒരു ഓവർസിയർ, അവന്റെ പേര് മനൂന്ന. അവന്റെ കസേരയിൽ ഒത്തിരി ദിവസം അവൻ ഇരിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ വിജിലൻസ് വരികയാണ്. വിജിലൻസ് ഈ മനുവിനോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ വീടിന്റെ പരിശോധനയ്ക്ക് വേണ്ടി പോയില്ലേ? ഒരു വീട് പണിത് കഴിഞ്ഞാൽ ലൈഫ് മിഷന്റെ വീടിന്റെ പണി പൂർത്തീകരിച്ച് ലാസ്റ്റ് തുക കൊടുക്കുമ്പോ അവിടെ ചെല്ലണം. ആര് ചെല്ലണം? പഞ്ചായത്തിന്റെ ഓവർസിയർ ചെല്ലണം. ആ പഞ്ചായത്തിന്റെ ഓവർസിയർ ചെന്ന് ഫോട്ടോ എടുത്ത് കൃത്യമായി രേഖ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ലാസ്റ്റ് ഗഡു കൊടുക്കൂ, അല്ലേ? അങ്ങനെയല്ലേ കൊടുക്കാറുള്ളൂ. അത് കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോ ഓവർസിയർ വിജിലൻസിനോട് പറയുക, ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ 450 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. വിജിലൻസിന്റെ പരിശോധനയിൽ വേറൊരു ഫോട്ടോ കിട്ടി. ഓവർസിയർ നിൽക്കുമ്പോ 1500 സ്ക്വയർ ഫീറ്റ് വീടിന്റെ മുമ്പിൽ ഓവർസിയർ നിൽക്കുന്ന ഫോട്ടോ വിജിലൻസിന് കിട്ടി. വിജിലൻസ് അയാളോട് ചോദിക്കുക. ലൈഫ് ഭവന നിർമ്മാണത്തിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന പരാതിയിൽ വിജിലൻസ് സംഘം MC വിനയന്റെ വീട് കഴിഞ്ഞ ദിവസം പരിശോധിച്ചിരുന്നു. പദ്ധതിയിൽ 420 ചതുരശ്ര അടി ചുറ്റളവുള്ള വീട് നിർമ്മിക്കാൻ അനുമതിയുള്ളപ്പോൾ 1600ഓളം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതേ തുടർന്നായിരുന്നു സമരം നടത്തിയത്. മുളവൂർ മേഖലാ സെക്രട്ടറി PM അബൂബക്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് MA റിയാസ് ഖാൻ, ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ P മൂസ, പഞ്ചായത്ത് മെമ്പർമാരായ EM ഷാജി, MA നൌഷാദ്, വെസ്റ്റ് മേഖലാ സെക്രട്ടറിമാരായ അജിൻ അശോകൻ, PG ലാലു, മുഹമ്മദ് ലാൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ് തൊടുപുഴ.